ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മാമൂടിനടുത്ത് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. ഓക്കെ. അതുപോലെ തന്നെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങാനും ഉള്ളവരും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ സൂപ്പർ ഒരു വീടാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് 90 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. ആ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കറുവച്ചാൽ ചങ്ങനാശ്ശേരി റോഡിലാണ് ബസ് സ്റ്റോപ്പ് നിലകൊള്ളുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 900 മീറ്റർ മാത്രമാണ് ദൂരം. അതുപോലെ തന്നെ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മാമൂട് വല്ലപ്പള്ളി റോഡിലേക്കും. ഇതേ സെയിം റോഡാണ്. അപ്പം രണ്ട് വശത്തു നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുവാനുള്ള മെയിൻ റോഡുകൾ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി. മെയിൻ റോഡിലേക്ക് ഇറങ്ങാനായിട്ട് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 900 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു മനോഹരമായ വീട്ടിലേക്ക് എത്തുവാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ മുൻവശമൊക്കെ ഒന്ന് കാണുക. നമ്മൾ പ്രോപ്പർട്ടി ചുറ്റും ഒന്ന് നടന്നു വന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. 10 സെൻറ്റിൽ 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു കിടിലൻ വീടാണ്. ഇതിൻ്റെ സിറ്റ് ഔട്ട് വരാന്തയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ടൈലുകളൊക്കെ വിരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. തൂണുകളൊക്കെ കൊടുത്ത് വീടിൻ്റെ ചുറ്റും മതിലുകളൊക്കെ കെട്ടി മനോഹരമാക്കിയിട്ടുണ്ട്. പുതിയ പെയിൻ്റൊക്കെ അടിച്ച് നല്ല മനോഹരമാക്കിയ വീടാണ്. 10 വർഷത്തെ പഴക്കം മാത്രമേ ഈ വീടിനുള്ളൂ. ഈ വീടിൻ്റെ ചുറ്റും നമുക്കൊന്ന് നടന്നു കാണാം. ഈ വീടിൻ്റെ 2 വശത്തും വഴിയുണ്ട്. നമ്മൾ കയറി വന്ന ആ സൈഡിൽ വഴിയാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് ഇത് വരുന്നത്. ബാക്ക് സൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കൃഷിയൊക്കെ ചെയ്യാനുള്ള ഇടയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അലക്കുകൽ കൊടുത്തിട്ടുണ്ട്. ആ മുകളിലത്തെ തൊട്ടി ഉണ്ടല്ലോ, അവിടെ നമുക്ക് വേണേൽ കൃഷിയൊക്കെ ചെയ്യാം. വീടിൻ്റെ ചുറ്റും നമുക്ക് നടന്ന് എത്താവുന്ന ഒരു ഇടയെ നമുക്ക് മാക്സിമം ആയിട്ടുണ്ട്. ചിമ്മിനിയൊക്കെ കൊടുത്ത് ചിമ്മിനിയുടെ മുകളിലാണ് വാട്ടർ ടാങ്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കിണർ. ധാരാളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കിണർ തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇലയൊക്കെ വീണ് ഇത് നിൽക്കുകയാണ്. കാരണം ആ ഒരു വേനലിൻ്റെ ഇതൊക്കെ ആയപ്പോൾ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ നെറ്റൊക്കെ ഇട്ടത്. ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് മോട്ടർ വെച്ച് വറ്റിച്ചാലും അതുപോലെ വെള്ളം വീണ്ടും വരുന്ന ഒരു ഉറവയുള്ള ഒരു കിണർ തന്നെയാണ്. ധാരാളം വെള്ളം ലഭിക്കുന്ന എപ്പോഴും ആ ഒരു കണ്ടീഷനിലാണ് കിണർ നിറഞ്ഞു നിൽക്കുന്നത്. വീട് നല്ല ഒരു ഉയർന്ന ഒരു ചെരിവ് പ്രദേശത്താണ് വീട് ഇരിക്കുന്നതെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് ഈസി ആയിട്ട് വീട്ടിലേക്ക് കയറി വരാവുന്ന രീതിയിൽ വഴിക്ക് നല്ല വീതിയുള്ള വഴി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ഒരു ഘടകം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. വെള്ളത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയയാണ്. മാമൂട് ജംഗ്ഷനിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. 4 കിലോമീറ്റർ മാത്രമാണ് കറുവച്ചാൽ ടൗണിലേക്കുള്ള ദൂരം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിലനിൽക്കുന്ന ആ ഒരു ഏരിയയെപ്പറ്റിയും ഇതിൻ്റെ ഏരിയയെല്ലാം നിങ്ങൾ കണ്ടു കാണും. നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. നല്ല തടിയുടെ വർക്കാണ് ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജനാലകളും. കയറി വരുമ്പോൾ തന്നെ അതിവിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയ തറകൾ, അതുപോലെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായ ഒരു പെയിൻ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 22 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ ആയിട്ട് ലിവിങ് ഏരിയ ആയിട്ട് ഒരു 2 തൂണുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു 2 തൂണുകളാണിത്. കാണുമ്പോൾ നമുക്ക് ആ ഒരു ലോങ് വ്യൂ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പ്രവേശിക്കാം. കിച്ചണിൻ്റെ ഡോറുകളെന്ന് പറയുന്നത് ഗ്ലാസും അതുപോലെ തന്നെ വുഡനും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഡോറാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണിലേക്ക് നമുക്ക് ഒന്ന് കയറി നോക്കാം. നല്ല കബോർഡുകളൊക്കെ വുഡൻ്റെ വർക്കുകളാണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒക്കെ വിരിച്ച ഒരു പാതകങ്ങളും മറ്റുമാണ്. കണ്ടല്ലോ, വളരെ മനോഹരമായി തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന കിച്ചൺ.
ഫസ്റ്റ് കിച്ചൺ. സെക്കൻഡ് കിച്ചണിലും നമുക്ക് തീയൊക്കെ പുകയില്ലാത്ത അടുപ്പാണ്, അതുപോലെ അരകല്ലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 7 കിലോമീറ്റർ മാത്രമാണ് ചങ്ങനാശ്ശേരി ടൗണിലോട്ടുള്ള ദൂരം. അപ്പോൾ ചങ്ങനാശ്ശേരി, കറുകച്ചാൽ, കോട്ടയം എന്ന് വേണ്ട ഒട്ടുമിക്കലും മാമൂട് ജംഗ്ഷന് എല്ലാം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങിയാണ്. കിച്ചൻ്റെ ആ ഒരു ഏരിയയും അവിടുത്തെ ഭംഗിയൊക്കെ എല്ലാവരും കണ്ടു കാണും. നമുക്കിനി ഓരോ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇൻവേർട്ടറിനുള്ള പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ബെഡ്റൂമുകളാണ് 3. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. 2 ജനാലകൾ കൊടുത്തേക്കുന്നുണ്ട്. ധാരാളം വെളിച്ചം നമുക്ക് ബെഡ്റൂമിലേക്ക് വരുന്നുണ്ട്. ഫാനും എല്ലാം റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഫാനുകളാണ്. ബാത്റൂമൊക്കെ കണ്ടല്ലോ, വളരെ മനോഹരമായ ബാത്റൂമുകളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാത്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു റൂമിൻ്റെയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഡൈനിങ്ങിനോട് ചേർന്നാണ് 2 ബെഡ്റൂമുകളും. അതിൽ വാഷ് ബേസിന് നമുക്ക് ആ ഒരു ഏരിയയിലാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതിനും ധാരാളം വെളിച്ചം വരുന്ന രീതിയിൽ ജനാലകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെളിച്ചം പകൽ സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു ബാത്റൂം കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. അത് മാറി യൂറോപ്യൻ ആക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബെഡ്റൂമിൻ്റെ ഇതും കാണുമെന്ന് കരുതുന്നു. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. മൂന്നാമത്തെ ബെഡ്റൂം, അവിടെ ഒരു ബ്ലൂ കളർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 3 പാളിയുടെ ജനാല കൊടുത്തേക്കുന്നുണ്ട്. ധാരാളം വെളിച്ചം നമുക്ക് റൂമിലേക്ക് നൽകുന്നുണ്ട്. അതുപോലെ AC-യുടെ പോയിൻറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായ ടൈലുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂമാണ്. ഞാൻ പറഞ്ഞല്ലോ 10 വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളെങ്കിലും 10 വർഷത്തേതായിട്ടുള്ള യാതൊരു കുറവും ആ വീടിന് കാണാനില്ല. എപ്പോഴും പുതിയ വീട് പോലെ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് സ്റ്റെയർ കേസ് കയറി മുകളിലേക്കൊന്ന് പോകാം. ഇത്രയും മനോഹരമായ ഒരു സ്റ്റെയർ കേസ് ഉള്ളപ്പോൾ നമുക്കൊന്ന് മുകളിലേക്കൊന്ന് കയറി കാണുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടായി. 3 പാളിയുടെ ജനാലയാണ് സ്റ്റെയർ കേസിൻ്റെ അവിടെ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഡൈനിങ്ങിൻ്റെ അവിടെ നല്ല വെളിച്ചം ലഭിക്കുന്നുണ്ട്. വളരെ അത്യാവശ്യം നല്ല ഒരു സ്റ്റെയർ കേസാണ്, വീതിയുണ്ട്. നമുക്ക് ആ ഡോറ് തുറന്ന് ഒന്ന് പുറത്തേക്കൊന്ന് നോക്കാം. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. നല്ല ഉയർന്ന ഒരു പ്രദേശത്ത് വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നവും ഇല്ല. എന്നാൽ വെള്ളം കയറുന്ന സ്ഥലമല്ല. ഇങ്ങനത്തെയൊക്കെ സ്ഥലമൊക്കെ ഈ ഒരു വിലയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയുടെ വിവരങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുക്കും. നിങ്ങളിതിൻ്റെ വില കേട്ട് കഴിയുമ്പോൾ ഞെട്ടിപ്പോലും കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു വിലയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓടൊക്കെ നന്നായി പെയിൻ്റെല്ലാം അടിച്ച് എല്ലാം മനോഹരമായിട്ട് വാട്ടർ പ്രൂഫിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് 2 നില പണിയാനുള്ള എല്ലാ പ്രൊവിഷനും ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് മുകളിൽ ഒരു 2 ബെഡ്റൂം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ മുകളിലും കൂടെ 5 ബെഡ്റൂമിനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീട് കണ്ടു. ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണും. ഇനി ഐഡിയ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, വിലയും വിവരങ്ങളും ഒക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുക്കും. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഏരിയയെ പറ്റിയാണ്. ഈ ഏരിയയെ പറ്റി പറയാനായിട്ട് എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും അത്യാവശ്യം പള്ളികളും എല്ലാ വിഭാഗക്കാരുടെ പള്ളികളും അമ്പലങ്ങളും എല്ലാ ദേവാലയങ്ങളും ഉള്ള ഒരു ഏരിയയാണ്. മെയിനായിട്ട് ഇവിടുത്തെ റോഡുകളെ പറ്റിയാണ് പറയാനുള്ളത്. നല്ല വിശാലമായ റോഡുകളും എല്ലാം ഉള്ള ഒരു ഏരിയയാണ്. എല്ലാ റോഡുകളും ഒരു രീതിയിലും കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത റോഡുകളാണ് ഈ ഒരു ഏരിയയിൽ കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. എത്രയും വേഗം ബന്ധപ്പെടാം. കാരണം എത്രയും വേഗം സെയിലാകുന്നൊരു വീടാണ്. അത് നമുക്ക് ഓടി വന്ന് നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം വീട് കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഇനിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.